പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പെസഹ വ്യാഴമാണ്. നമ്മളുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പെസഹയാണ്. അപ്പോൾ ഞാൻ അപ്പവും പാലും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. ഞാൻ എല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ് കേട്ടോ. നമ്മൾ ശുദ്ധിയോടുകൂടി വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ചൂടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെഡിയാക്കാൻ പോവാം. അമ്മച്ചി ഇല്ലാത്ത ആദ്യത്തെ പെസഹയാണ്. അപ്പോൾ അപ്പവും പാലും എല്ലാം റെഡിയാക്കണം. ഞാൻ ഇതിനു മുന്നേ ചുട്ടെടുക്കുന്ന അപ്പം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന അപ്പവും പാലും ഞാൻ ആദ്യമായിട്ടാണ് റെഡിയാക്കാൻ പോണത്. എന്തായാലും എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പാല് റെഡിയാക്കണു, അപ്പം ആവിയിൽ വേവിക്കാൻ വെച്ചേക്കണു. പിന്നെ ഇനി ചുട്ടെടുക്കുന്ന അപ്പം റെഡിയാക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ആദ്യത്തെ പെസഹയാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിശേഷം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ചേച്ചി നാട്ടിൽ വന്നതിന് ശേഷം അവരും പുതിയ വീട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ആ വീട്ടിലെയും ആദ്യത്തെ ഈ പെസഹയാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടും പോകാനുണ്ട്. അപ്പോൾ അവിടെയും എല്ലാവരും ഒരുമിച്ച് കൂടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പെസഹ ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഈ പ്രാവശ്യത്തെ ഈസ്റ്ററും അതുപോലെ തന്നെ സ്പെഷ്യലാണ്. അപ്പോൾ ഈസ്റ്റർ ഞങ്ങൾ ഇവിടെയാണ് കൂടാമെന്ന് വിചാരിക്കുന്നത്. അവരുടെ ചേച്ചിയുടെയൊക്കെ ചാച്ചൻ മരിച്ചു പോയതുകൊണ്ട് അവിടെ ഈസ്റ്റർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്ററിന് ഇവിടെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അത്യാവശ്യം പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി അപ്പമൊക്കെ ചുട്ട് ഞാൻ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൊടുത്ത് ഇവിടുത്തെ മുറിക്കലെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ ചേച്ചിയും ചേട്ടായിയും അച്ചായിയും അമ്മച്ചിയും ഞാനും ഇച്ചായനും പിന്നെ ഞങ്ങളുടെ ചേട്ടായും കൂടി എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നത് 6 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം ഞങ്ങൾക്ക് ഈ പെസഹ ഭയങ്കര സ്പെഷ്യലാണ്. ഇനി വരുന്ന ഈസ്റ്ററും ബാക്കി എല്ലാ ആഘോഷങ്ങളും സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എപ്പോഴും ഉണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ പെസഹ സന്തോഷത്തോടുകൂടി ആചരിക്കാനായിട്ട് സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അപ്പോൾ എല്ലാവർക്കും വരുന്ന ഈസ്റ്ററും നല്ലൊരു ദിവസമാവട്ടെ, എല്ലാവർക്കും നല്ല വർഷമാവട്ടെ ഈ വരുന്ന വർഷമെന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ വരുന്ന വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.